ആശാ വർക്കേഴ്സിന് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് KPCCയുടെ നിർദ്ദേശം. കെ സുധാകരനാണ് സർക്കുലർ നൽകിയത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടരുന്ന ആശാ വർക്കേഴ്സ് നാളെ മുടിമുറിച്ച് പ്രതിഷേധിക്കും. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഈ ഓണറേറിയം വർധന എങ്ങനെ നടപ്പാക്കണം എന്നാണ് KPCC അധ്യക്ഷന്റെ സർക്കുലർ? സലീം. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലെയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെയും അധ്യക്ഷന്മാർക്കാണ് ഇത്തരത്തിൽ KPCC ഒരു സർക്കുലർ അയച്ചിരിക്കുന്നത്. അത് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സർക്കുലർ അയക്കും എന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KPCC തന്നെ അതിലൊരു സർക്കുലർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് അവരുടെ തന്നെ ഓരോ പഞ്ചായത്തിൻ്റെയും ഓരോ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും ആസ്തി അനുസരിച്ച് അവരുടെ ബജറ്റിൽ വകയിരുത്താൻ പറ്റുന്ന തുകയ്ക്കനുസരിച്ച് അത്തരത്തിൽ ഇടപെടൽ നടത്തണം എന്നുള്ളതാണ്. കാരണം സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കാത്ത ഇവർക്ക് KPCCയുടെ സഹായം ഉണ്ടാകണം എന്നുള്ളതാണ് KPCC ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൽ പറയുന്നത്. അതിൻ്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിലും വിവിധ കോർപ്പറേഷനുകളിലും ആ നിലയിലുള്ള വർധനവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അതങ്ങനെ പ്രഖ്യാപിച്ച് വരികയാണ്. അതിനിടയിൽ ഒഫീഷ്യലായി ഇത്തരത്തിലൊരു സർക്കുലർ കൂടി വന്നതോടുകൂടി സംസ്ഥാന വ്യാപകമായി എല്ലാ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ നിലയിലേക്ക് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 1000, 2000 തുടങ്ങിയ തുകകളാണ് ഇൻസെൻറ്റീവായി വർദ്ധിപ്പിക്കുന്നത്. അതല്ലാത്ത നിലയിൽ കൂടി ഈ വർധനവ് നടത്താൻ വലിയ നിലയിൽ ഏതെങ്കിലും തരത്തിൽ വലിയ വരുമാനമുള്ള പഞ്ചായത്തുകളുണ്ടെങ്കിൽ ആ നിലയിൽ കൂടി വർധനവ് വരുത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിൽ ആശാ വർക്കേഴ്സിൻ്റെ സമരം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ നിരാഹാര സമരം ഇന്ന് 11ാം ദിവസമാണ്. ഒപ്പം തന്നെ ഇന്ന് 49ാം ദിവസമാണ് രാപ്പകൽ സമരമുള്ളത്. 50 ദിവസത്തിലേക്ക് എത്തുന്ന നാളെ ഈ ആശാ വർക്കർമാർ കുറച്ചുകൂടി കടുത്ത നടപടിയിലേക്ക്, കടുത്ത സമരത്തിലേക്ക് കടക്കുകയാണ്. മുടിമുറിച്ച് സമരം ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ ഇവർ ആലോചിക്കുന്നത്. അങ്ങനെ ഈ സമരം വലിയ ശ്രദ്ധയിലേക്ക് പോവുക, വലിയ ശ്രദ്ധയുണ്ടാവുക എന്നുള്ളതാണ് ഈ ആശാ വർക്കേഴ്സ് നിലവിൽ ലക്ഷ്യമിടുന്നത്. വലിയ സമരത്തിലേക്കാണോ നാളെ കടക്കുന്നത്? തീർച്ചയായിട്ടും വലിയ സമരത്തിലേക്ക് നാളെ ഞങ്ങൾ മുടി മുറിച്ച് പ്രതിഷേധം. പക്ഷെ ഞങ്ങൾ ഇത്രയും 49 ദിവസമായില്ലേ, ഇതുവരെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ ശരിക്കുള്ള ഒരു നീതിയൊന്നും അവരിൽ നിന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തീരുമാനിച്ചു. ഉന്മേഷ്, ആ നിലയിൽ ഈ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ആശാ വർക്കേഴ്സ് ഉള്ളത്. നാളെ മുടിമുറിച്ചുള്ള സമരം ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുകയും ചെയ്യും. ഉന്മേഷ്. ശരി, സലീം മാലിക്കാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.